Hello everyone, this is Shweta My name is Inder and welcome to our channel. It's time for next scene from movie Guru where Ambalandiyal. Let's watch it. Let's watch it. എത്ര പറഞ്ഞാലും ഇവനൊക്കെ അറിയത്തേ ഉള്ളൂ. Okay. കണ്ടാ നമ്മൾ ഉണ്ടോഴത്തേക്കും അയാൾ ബോംബിട്ട് കഴിഞ്ഞു. അടുത്ത ആഴ്ച വിവാഹിതരാകുന്നു. Oh. In the paper. അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ കല്യാണത്തിന് നിർബന്ധിക്കണം. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? Huh? Oh, come on. സോറി, ഞാൻ പെട്ടെന്ന് പഴയ ആനന്ദനായി പോയി. നീ ഇരിക്കേ ടെൻഷൻ ആവല്ലേ. പാറു, ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചതാവാൻ Because of him. തിരിച്ചങ്ങോട്ട് മിരുവിന് വലിയ കല്യാണം കഴിഞ്ഞ ആനന്ദനെയും കൂടെ ഹണിമൂണിന് കൊണ്ടുപോകണം. ഇതവൻ തന്നെ. ഇവനെ ഞാൻ കോളേജ് പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. ഹെയറിന് ലെങ്ത് ഉണ്ടല്ലോ. അത് ഹെയറിന്റെ ലെങ്ത് എവിടെ ഇപ്പൊ തന്നെ കെട്ടാവുന്നോ? മേക്കപ്പ് ട്രയലോ? ട്രയല് മാത്രമേ കാണത്തുള്ളൂ പറഞ്ഞേക്ക്. ഞാൻ താഴെ കാണും. എങ്ങനെയുണ്ട്? കൊള്ളാം. താങ്ക്സ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം ഈ മുടി ഇങ്ങനെ ഉണ്ടെന്നല്ലേ. ഞാൻ ഓടി പറഞ്ഞു വിനുവിനെ ഇഷ്ടപ്പെട്ടില്ല. അതല്ല അമ്മേ, Huh? പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ? എനിക്കറിയാം. അനന്തേട്ടനോടെല്ലാം പറഞ്ഞു വിനുവേട്ടൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുന്നു. സാരല്ല വിനുവേട്ടൻ. ആനന്ദം വിളിച്ചിരുന്നു. He did everything. സൈക്കാട്രിക് പ്രശ്നം എന്നാ ആനന്ദം പറഞ്ഞത്. അല്ല ഇവിടെ പോ ഇറങ്ങിയതാ. അതും ഷർവാണി മേടിക്കാൻ. എന്നിട്ട് എന്താ ഇങ്ങനെ നിൽക്കണേ? ചെല്ല്. പേടിക്കാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. Okay. Take it easy, boy. It's okay. Take it easy, guys. സാരമില്ലടാ, നിന്റെ പഴയ പ്രേമത്തെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിനക്ക് അവളെ മറക്കാൻ പറ്റില്ല. Oh. ഞാനില്ല. ഏപ്രിൽ 28-നാണല്ലോ. അന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വേറെ കല്യാണം ഉണ്ടല്ലോ. അല്ല, രണ്ടു ഭാഗത്തുനിന്നും ക്ഷണം ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യം സദ്യ കഴിക്കില്ലല്ലോ അല്ലേ? Is shirt, huh? അറിയാലോ, ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. പഴയാനല്ല.
എടാ വിനുവേ പല്ല് കിട്ടിയത്ര കിട്ടി നിന്റെ ഭാഗ്യാടാ. നല്ല സന്തോഷത്തിലാണല്ലോ. അമ്മ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ? അതൊക്കെ രാവിലെ കഴിച്ചതാടാ. ഇത് അതൊന്നും അല്ല. ശരിക്കും സന്തോഷാ. But he's not. Oh, come on, just move on, man. Yeah, I mean, but it's difficult here. പിന്നെ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് കുഞ്ഞുണ്ണി എന്നാണ് അവർ പറയുന്നത്. അത് അവര് മാത്രമല്ല, എന്റെ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ഭാര്യയുടെ കൂട്ടുകാരും എന്തിനു വിനുസാർ വരെ പറയാറുണ്ട്. ആന്തിരാട്ടാ, കുഞ്ഞുണ്ണി എന്തു പറഞ്ഞാലും അഞ്ജലിയുടെ വീട്ടുകാർ വിശ്വസിക്കും. അതെ. എന്നാ നീ ഒരു കാര്യം, അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പഫിലെ കമ്പനിയിൽ കോടികളുടെ തിരിമറി നടത്തിയിട്ടാണ് നാട്ടിൽ വന്നതെന്നും നാട്ടിൽ വന്നതിന് ശേഷം നടത്തിയ ഓഡിറ്റിങ്ങിൽ അതെല്ലാം പിടിക്കപ്പെട്ടു എന്നും പറയണം. വിനുസാർ അങ്ങനെയൊന്നും ചെയ്യും. നീ ഇതങ്ങ് പോയി പറഞ്ഞാ മതി. നിന്റെ ഈ വിനിസാറില്ലേ തിരിച്ചെത്തി കഴിഞ്ഞ പഠിച്ച് ജയിലിടാൻ കാത്തിക്കാണ് അവിടുത്തെ ഗവൺമെന്റ്. കല്യാണെങ്ങാനും കഴിഞ്ഞ ആ പെൺകുട്ടി നരകിച്ച് കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വരും. ഇത് അവരോട് പോയി പറഞ്ഞേക്ക്. മാത്രല്ല I think so. This will be reversed. സാർ പിന്നെ ഒരു മയക്കുമരുന്ന് കേസുണ്ടെന്നും പറഞ്ഞേക്കാം. കിടക്കട്ടെ. ഇതൊക്കെ ഞാൻ പോയി പറയണോ? മിനിമം ഇതെങ്കിലും പറയണം. വേണമെങ്കിൽ നീ 2 കയ്യിൽ കൂടെ ഇട്ടോ. സാർ ഇതൊന്ന് നോക്കി, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ട് പോയി. അതൊന്നും കുഴപ്പമില്ല, നീ അങ്ങ് പോയി പറഞ്ഞാൽ മതി. ഇല്ല സാറേ, മാല ഇട്ട് കഴിഞ്ഞാൽ കള്ളം പറയാൻ പറ്റൂല. മാലയിട്ട് കുഞ്ഞുണ്ണി, നിന്റെ വിനുസാറാണ് ഈ പറയുന്നത്. നീ പോയി പറ, മാലയിട്ടിട്ട് കള്ളം പറഞ്ഞ ഒന്നും സംഭവിക്കില്ല. ഇല്ല സാർ, മലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ട് കള്ളം പറഞ്ഞ മലയ്ക്ക് പോവാൻ പുലി പിടിക്കും. പുലിക്ക് അവിടെ വേറെ പണിയുണ്ട് കുഞ്ഞുണ്ണി. ഇല്ല സാർ, അയ്യപ്പ സ്വാമിയോട് കളിക്കാൻ പാടില്ല. മാലയിട്ട് പോയി എല്ലായിരുന്നെങ്കിൽ നിന്നെ കേട്ടോ. അയ്യപ്പ ഇവനെ അങ്ങ് കഴിക്കടാ. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കടാ. അല്ല, ഞാന് വെള്ളോടെ നിർത്തി. അത് അത്ഭുതമാണല്ലോ. എന്തായാലും നിന്റെ മുഖത്ത് അതിന്റെ തിരക്കം കാണാൻ. അത് കഴിഞ്ഞു, ഇത് ഞാൻ കുടിച്ചോ. ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ എന്റെ അഞ്ജലി കിട്ടിയിരിക്കുന്നത്. ഇനി എനിക്കൊരു ആഗ്രഹം കൂടിയുള്ളൂ. നിങ്ങൾ അമ്മമാരും അച്ഛനും തമ്മിലുള്ള പ്രശ്നം അതങ്ങ്. ഞങ്ങളത് പണ്ടേ മറന്നാലടാ. നിന്റെ അച്ഛനല്ലേ ഞങ്ങളെ കണ്ടുകൂടാത്തത്? അതൊക്കെ നിങ്ങൾ കല്യാണത്തിന് വരുന്നതോടുകൂടി ഒക്കെ തീരും. എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് തീരുന്നു. ആനന്ദാ, നീ എപ്പോ വന്നു? കുറച്ചേരായി. ഞാന് കല്യാണം വിളിക്കാൻ കൂടിയാ വന്നത്. ഞങ്ങൾ വരുന്നത് സുദേവനും നിന്റെ അമ്മയ്ക്കും ഒന്നും ഇഷ്ടമാവില്ലല്ലോ മോനെ. അവക്ക് ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കല്യാണം കഴിഞ്ഞ് നീ അവരെ രണ്ടുപേരെയും കൂട്ടി ഇങ്ങോട്ട് പോവാ. ഒരാൾ കൂടി ഉണ്ട് ഇപ്പോ. അതാരാ? പാർവതി. ഞാൻ മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. നന്നായി. ആരോ ഒരാളെഴുതി ഊമക്കത്തിന്റെ പേരിൽ നശിപ്പിക്കാനുള്ളതല്ലല്ലോ ഈ ജീവിതം എന്ന് പറയുന്ന സംഭവം. നല്ല അല്ല, ഇത് തന്നെയാണോ വീട്? നീ ഇത് ആരോടാ ചോദിക്കുന്നത്? പണ്ട് അവളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാൻ നട്ടപ്പാതിലേക്ക് വരെ ഇവിടെ വന്നിട്ടുണ്ട്. നീ ആ മതില് കണ്ട? അതിന്റെ മുകളിൽ നിന്ന് നിന്റെ ചേട്ടൻ അവളുടെ ബർത്ത്ഡേക്ക് ചുമന്നവലും പറത്തിയിട്ടത്. എന്റെ ആയിട്ട് ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു. When I was thinking that He was so romantic. अब ये क्या लगा रहा है दिमाग अपना भी? ഇറങ്ങണ ബലൂൺ തീർന്നു. എന്റെ കൂട്ടുകാരൻ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് എടുക്കാൻ കാരണം? അല്ല, അവൻ ഗൾഫിലാ. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാ. ഡോക്ടർ എന്തെങ്കിലും ഇയാൾക്ക് കുട്ടികളുണ്ടാവില്ല ഞാൻ വിചാരിച്ചാലും. വേണമെങ്കിൽ ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷേ ഹോപ്പ്ലെസ് കണ്ടീഷനാണ്. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. കഷ്ടം. ഗുരുവായൂരിനടുത്ത് ഇരിങ്ങാപുരത്തു നിന്നാണ് കല്യാണം കഴിക്കുന്നത്, അറിയില്ലേ?
എനിക്ക് ആ പയ്യന്റെ കാര്യം ആലോചിക്കുമ്പോ വലിയ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? 28-ാം തീയതി ഞായറാഴ്ച ഗുരുവായൂർ വെച്ചാണ് കല്യാണം. ശ്രീപാർവതി ഓഡിറ്റോറിയം. എല്ലാം ഒന്ന് ചുരുക്കത്തിൽ ചെയ്യുന്നതാണ്. അവളോട് കാര്യങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും. അഞ്ജലിയുടെ ചേട്ടൻ ആനന്ദൻ ഭയങ്കര ദേഷ്യക്കാരനാ. ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. എന്നാലും അറിയിച്ചോളൂ, വെറുതെ അയാളുടെ ലീവ് കളയണ്ടല്ലോ. എന്താ ചേഞ്ച് റോസ് വീട്ടിൽ അതെന്താ അത്രയൊക്കെ പൊട്ടനാണ് ഇയാള് പഠിച്ചെന്ന് ഡോക്ടർ ഇയാളെ സ്ക്രാച്ച് ആവാൻ വഴിയായിരുന്നു. വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓ അല്ല, നമ്മളിത് ഇവിടെ ആരെ കാണാൻ വന്ന? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അഞ്ജലിയുടെ പഴയ കാമുകൻ. കാമുകനല്ല, കാമുകനെ പോലെ പിന്നാലെ നടന്ന വളയൊന്നും വേണ്ടേ? എടാ അഡ്വക്കേറ്റ് സൈക്കാട്രിസ്റ്റ് ജോർജ്. Okay. ജോർജിന് അഞ്ജലി ഇഷ്ടമായി. പ്രപ്പോസ് ചെയ്ത് കൊറേ പുറകെ നടന്നിട്ടുണ്ടെന്ന് ഒക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഒരുപാട് പഴയ കാര്യങ്ങളായിട്ടോ. പക്ഷേ ഉള്ളിലുള്ള പ്രണയമൊന്നും അങ്ങനെ പോവില്ലല്ലോ. വാടിക്കരിഞ്ഞ് പോയോ? അവക്ക് Obviously, പ്രേമം ഉണ്ടായിട്ടുണ്ടോ? the last movie we have seen. പ്രണയമായ ഇങ്ങനെ ഇരിക്കും. നമുക്കെടുക്കാൻ പോയോ? രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. എത്ര കഴിഞ്ഞതാണെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് ലേശം വളമൊക്കെ ഇട്ട് കൊടുത്താൽ പഴയ ഇഷ്ടം പൂക്കും കായ്ക്കും അല്ലേ? അവളുടെ കല്യാണമൊക്കെ ആയിരിക്കും. കല്യാണത്തെക്കാൾ വലുതാണ് ജോർജിന്റെ ആത്മാർത്ഥ പ്രണയം. മോണ ചെക്കന്റെ വീട്ടിൽ ചെന്ന് ജോർജ് ആരാന്നും ജോർജിന്റെ പ്രേമത്തിന്റെ ആഴെത്രയെന്നും നമുക്ക് അറിയിക്കണ്ടേ? എന്നിട്ട് കല്യാണത്തിന് പിന്മാറിയില്ലെങ്കിൽ അച്ഛന്റെ കാല് തല്ലി ഓടിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ. പിന്നെ കുറച്ച് ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അതൊക്കെ മോശമല്ലേ? അഞ്ജലിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ജോർജ്? അതിനും മാത്രമുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അവർക്ക്. നിങ്ങൾ പറ, സൗന്ദര്യമുണ്ടോ? അവളുടെ സ്വഭാവം നല്ല സ്വഭാവം അല്ല. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാനുള്ളൊരു മനസ്സോ? പിന്നെ ഈ പ്രേമിക്കുന്നതൊക്കെ പോട്ടെ, അതൊക്കെ അറിയാൻ സംഭവിക്കുന്നില്ലേ. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റി മാത്രം ഇല്ല അവള്. പിന്നെ കെട്ടും മറ്റേ പെണ്ണ് കിട്ടാതെ മറ്റേ മൂക്കളെ ഒലിപ്പിച്ച് അവന്മാർക്ക് Dash him. Man, he's trying so hard to get his marriage cancelled. Yeah. What He went to her, he went to the family, but Ananda already told like he will do something like this. Everything is started. They tried doctor also that he cannot have kids and everything. They are also fit. Her ex-lover, nothing. She don't have any qualities. Only loser can marry her and all. But now I want to see. I like the part of where they both were talking and she and the way they were looking at each other was like crazy. Like अभी मार देंगे एक दूसरे को. हाँ मुझे भी वही लग रहा था. Cool. Let's wait for more guys. Can do like, subscribe, share, comment. click on the bell icon.